ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ട് വീട് പൊളിഞ്ഞിട്ട് ഇതുവരെ മെയിൻ്റെസ് ഒന്നും ഞങ്ങൾ വീട് മുഴുവൻ വെള്ളം ഒരുക്കിപ്പോൾ മഴ പെയ്താൽ മതി വീടിനുള്ളിൽ വെള്ളമാണ്. 18-19 ഉള്ള അനുഭവം കൊണ്ട് എല്ലാ ആൾക്കാരും സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം മേലൂരുള്ള കുട്ടിക്കാട്ടുകര ഉള്ള സ്ഥലത്ത് ഡോൺ ബോസ്കോ നഗറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഈ മേഖലയിൽ പറയുകയാണെങ്കിൽ പെരിയാർ തൊട്ടു പിറകിലൂടെ പെരിയാർ കൂടി ഒഴുകുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മഴ ഒന്ന് ചെറുതായിട്ട് തന്നെ ശക്തമായൊരു മഴ ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെയുള്ള ഏറ്റവും ഈ മേഖലയിൽ തന്നെ ഏറ്റവും അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം ഇപ്പോൾ തന്നെ ആളുകളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ ഭൂരിഭാഗവും വീട്ടിൻ്റെ പടിക്കെട്ട് വരെയെല്ലാം വെള്ളം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അടുത്ത 24 മണിക്കൂറിനകം ശക്തമായ മഴയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇതിനടുത്ത് തന്നെ കുറ്റിക്കാട്ടുകര, ഇതിനടുത്ത് തന്നെ ഒരു സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് െല്ലാം തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എന്നും ഈ മഴയുടെ ഒരു ബുദ്ധിമുട്ടുള്ള മേഖല തന്നെയാണ്. അതെ അതെ അതെ. എന്താ കഴിഞ്ഞ തവണയും അതെ അതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ഇവരൊക്കെ ഇപ്പൊ മാറുന്ന ആ ഒരു തിരക്കിൽ. അതെ അതെ അതെ. കാരണം ഞങ്ങൾ നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എല്ലാം മാറാനുള്ള തയ്യാറെടുപ്പില്ല. കാരണം ഞങ്ങൾക്ക് 18-19 ഉള്ള അനുഭവം കൊണ്ട് എല്ലാ ആൾക്കാരും സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെല്ലാം ക്യാമ്പിലേക്ക് കുറ്റിക്കാട്ട് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എത്രയോളം വീടുണ്ട് ഇവിടെ ഈ ഏരിയ? 35ഓളം വീടുണ്ട് ഇവിടെ. അത് എല്ലാ പ്രാവശ്യവും ഇത് തന്നെ കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഇവിടെ ഏറ്റവും ഡോൺ ബോസ്കോ നഗറിൻ്റെ തന്നെ ഒരു ഏകദേശം അറ്റത്തുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ വീട്ടിൻ്റെ എല്ലാം പടിക്കെട്ട് വരെ ഇതിനോടകം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ വസ്തുവകകളെല്ലാം സുരക്ഷിതമായിട്ട് പരമാവധി എടുക്കാവുന്ന സാധനങ്ങളെല്ലാം കയ്യിലെടുത്തുകൊണ്ടും ബാക്കിയുള്ളതെല്ലാം സുരക്ഷിതമായി മാറ്റിക്കൊണ്ട് ആളുകൾ ഇവിടെ നിന്ന്, കുട്ടികളുണ്ട്, പ്രദേശത്ത് ഗർഭിണികളായ സ്ത്രീകളുണ്ട്, ഇതെല്ലാം കൊണ്ട് തന്നെ ഇവരിവിടെ നിന്ന് മാറുന്ന ഒരു ഇതിലേക്കാണ് മാറുന്നത്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകാല അനുഭവങ്ങൾ വെച്ച് ഇവിടെ മലമ്പാമ്പ് പോലുള്ള ക്ഷുദ്രജീവികൾ കയറി വരുന്ന ഒരു ശല്യം കൂടി ഇവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തുടർന്ന് ഒരു വലിയൊരു മുന്നറിയിപ്പിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ നിവാസികളുള്ളത്. ഏറ്റവും അറ്റത്തായി താമസിക്കുന്ന ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള വീട്ടിലെ വീട്ടമ്മയാണ്. ഇവിടെ നിന്ന് മാറിയോ അമ്മ? ഇല്ല, ഞാൻ വന്നോളൂ, ജോലിക്ക് പോയിട്ട് വന്നോളൂ. വെള്ളം കയറി കഴിഞ്ഞു. എൻ്റെ പേര് മുത്തുലക്ഷ്മി എന്ന്. ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ട് വീട് പൊളിഞ്ഞിട്ട് ഇതുവരെ മെയിൻ്റെസ് ഒന്നും ഞങ്ങൾ വീട് മുഴുവൻ വെള്ളം ഒരുക്കിപ്പോൾ മഴ പെയ്താൽ മതി വീടിനുള്ളിൽ വെള്ളമാണ്. പൊട്ടലുണ്ട് വീട്ട്. എന്തോ ഞങ്ങൾക്കൊരു ഗുണമില്ല. അതേ വന്ന് നോക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും നോക്കിയിട്ട് പോകും, ഞങ്ങളാൾക്കാർ പുറകെ പോകും, അവരവർ സ്റ്റോപ്പ്, വേറെ ഒന്നുമില്ല. എൻ്റെ വീട്ടിലാണ് ആദ്യം വെള്ളം കയറുന്നത്. ഇപ്പോൾ ആ വെള്ളം വീട് പകുതി വെള്ളം ഉണ്ടാവും. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമുക്കിവരുടെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. കാരണം ഈ മേഖലയിൽ ഒരു ചെറിയൊരു മഴയ്ക്ക് തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ്. മാത്രമല്ല ഈ പുഴ കൂടി അടുത്തുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ്, വലിയൊരു മുന്നറിയിപ്പിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഭദ്രമാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഭദ്രമാക്കിക്കൊണ്ട് ഇവിടെ നിന്നും മാറി താമസിക്കുക എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ. ഇവരെല്ലാവരും തന്നെ അതിൻ്റെ ഒരുക്കത്തിൽ കൂടിയാണ്.